ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ വീട്ടിൽ രാവിലെ വാതപ്പടിയിൽ വന്നിരുന്ന ഗസ്റ്റാണ്. ഫോണുമായിട്ട് പുറകെ ചെന്നപ്പോൾ ഗസ്റ്റ് ഓടിക്കളഞ്ഞു. ഞാനങ്ങനെ ഫോണുമായിട്ട് കൂടെ ഓടി. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ മതിലിൻ്റെ മുകളിൽ കയറി ഇരിപ്പുണ്ടായിരുന്നു. ഫോണുമായിട്ട് ചെല്ലുന്ന കണ്ടപ്പോൾ ആൾ പേടിച്ച് ഓടി. ഞാനിത്തിരി ദൂരെ നിന്നിട്ടാണ് വീഡിയോ എടുത്തത്. ഫോണെങ്ങാനും തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആൾ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലോട്ട് വന്നിട്ട് കല്ലുമ്മക്കായയും മുരിങ്ങയും ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. കല്ലുമ്മക്കായ ഒന്ന് ചൂട് തട്ടിയപ്പോൾ തന്നെ അത് ക്ലീനാക്കി കിട്ടി. പിന്നെ മുരിങ്ങ ക്ലീനാക്കാൻ ഇത്തിരി നന്നായിട്ട് പ്രയാസപ്പെട്ടു. കാര്യം കൈയൊക്കെ നല്ല രീതിക്ക് തന്നെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കല്ലുമ്മക്കായ ക്ലീനാക്കി എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, കുരുമുളക് ഇത്തിരി തോനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒക്കെ ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ നല്ല രീതിക്കൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തു. ഒരു ഭാഗം നല്ല രീതിക്കൊന്ന് ഫ്രൈ ആയി വന്നപ്പോൾ കുറച്ച് സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ മറിച്ചിട്ടത് ഓപ്പോസിറ്റ് സൈഡും കൂടെ നല്ല വൃത്തിക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കോഴിക്കുട്ടിൽ നിന്നൊരു നിലവിളി. അങ്ങനെ നമ്മൾ പോയി നോക്കിയപ്പോൾ നമ്മുടെ കോഴിക്കുട്ടനെ തീരെ വയ്യാതെ അവിടെ കിടക്കുമായിരുന്നു. ബാക്കി കോഴിക്കുട്ടന്മാരിട്ട് കൊത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ കോഴിക്കുഞ്ഞിനെ എടുത്ത് കൈ വെച്ചിട്ട് കുറേ സമയം ചൂട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കണ്ണൊക്കെ വയ്യ ഒന്ന് തുറന്നു വന്നു. പക്ഷെ എന്നാലും അവന് തീരെ വയ്യ. പിന്നെ ഞാനൊരു തുണിയൊക്കെ എടുത്ത് അവൻ്റെ പുറത്തിട്ട് അവൻ കുറേ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ കൂട്ടി കിടപ്പുണ്ട്. പിന്നെ മുരിങ്ങ ഫ്രിഡ്ജിലിരുന്ന് നല്ലതുപോലെ ഐസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസ് പോകാനായിട്ട് കുറേ സമയം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചപ്പോൾ അതിൻ്റെ ഐസ് പോയി. പിന്നെ പാത്രം ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ സവാള, കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന സവാളയും 2 പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ച് വെച്ചിട്ട് പഴുത്ത 2 തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് സമയം വെച്ചു. പിന്നെ അത് നല്ല രീതിക്കൊന്ന് റോസ്റ്റായി വന്നപ്പോൾ അതിൻ്റെ കൂടെ കല്ലുമ്മക്കായ കഴുകിയത് ഇട്ട് കൊടുത്തു. കല്ലുമ്മക്കായ കറി വെച്ചതാണ്. നല്ല രീതിക്ക് ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബൈ.